എല്ലാവർക്കും നമസ്കാരം. ആയുർവേദത്തിൽ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിനും കോശങ്ങൾക്ക് നിത്യ യൗവനവും ശാരീരിക ബലവും നൽകുന്നതിനും ഏറ്റവും മുൻപന്തിയിൽ പ്രതിപാദിച്ചിട്ടുള്ള അതീവ വിശിഷ്ടമായ ഒരു പരമ്പരാഗത രസായന ഔഷധമാണ് ച്യവനപ്രാശം. പ്രകൃതിദത്ത വിറ്റാമിൻ സി അടങ്ങിയ നെല്ലിക്ക പ്രധാന ചേരുവയായി വരുന്ന ഈ ലേഹ്യം കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ രോഗപ്രതിരോധ കവചമായി പ്രവർത്തിക്കുന്നു. കാലാവസ്ഥ മാറുമ്പോഴേക്കും ഉണ്ടാകുന്ന കടുത്ത വിട്ടുമറത്ത തുമ്മൽ, ജലദോഷം, കഫക്കെട്ട് അല്ലെങ്കിൽ പനി എന്നിവ മാറ്റാനും തലമുടി നരയ്ക്കൽ, കടുത്ത ക്ഷീണം എന്നിവ മാറ്റി ശരീരത്തിന് ഓജസ്സും യൗവനവും നൽകാൻ ച്യവനപ്രാശത്തിന് സാധിക്കും. പൂർണ്ണമായി വിളഞ്ഞ നല്ല നാടൻ നെല്ലിക്ക പുഴുങ്ങി കുരുകളഞ്ഞെടുത്ത പൾപ്പ് അടിസ്ഥാനമാക്കി അതിൽ അഷ്ടവർഗ മൂലികകൾ, ദശമൂലങ്ങൾ, ചുക്ക്, കുരുമുളക്, തിപ്പലി, കറുവപ്പട്ട തുടങ്ങി 50-ലധികം ഔഷധ മൂലികകൾ ചേർത്താണ് ച്യവനപ്രാശം ഉണ്ടാക്കുന്നത്. ഇത് പ്രധാനമായും ശരീരത്തിലെ വാത, പിത്ത, കഫ ദോഷങ്ങളെ സമനിലയിൽ നിർത്താൻ സഹായിക്കുന്നു. ശരീരത്തിലെ ശ്വേത രക്താണുക്കളുടെ പ്രവർത്തനങ്ങളെ ഉത്തേജിപ്പിച്ച് പകർച്ചവ്യാധികളിൽ നിന്നും ഇൻഫെക്ഷനുകളിൽ നിന്നും ശരീരത്തെ സംരക്ഷിക്കുന്നു. വിട്ടുമറത്ത ചുമ, ആസ്മ, ബ്രോങ്കൈറ്റിസ്, നീരിറക്കം എന്നിവ മാറ്റി ശ്വാസകോശ നാഡികൾക്ക് ഉള്ളിൽ നിന്ന് ബലം നൽകുന്നു. ചർമ്മത്തിന് തിളക്കം കൂട്ടുകയും അകാല നര, മുടികൊഴിച്ചിൽ, കൺപുകച്ചിൽ എന്നിവ തടയുകയും ചെയ്യുന്നു. കുട്ടികളിലും മുതിർന്നവരിലും തലച്ചോറിലെ കോശങ്ങൾക്ക് ഉണർവ് നൽകി ഏകാഗ്രതയും ഓർമ്മശക്തിയും കൂട്ടുന്നു. വിശപ്പില്ലായ്മ മാറ്റുകയും പോഷകങ്ങൾ കൃത്യമായി ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യാൻ സഹായിക്കുകയും ചെയ്യുന്നു. കൂടാതെ ഹൃദയപേശികളെ ശക്തമാക്കാനും കൊളസ്ട്രോളിന്റെ അളവ് ക്രമീകരിക്കാനും സഹായിക്കും. സാധാരണ മുതിർന്നവർക്ക് 10 ഗ്രാം മുതൽ 15 ഗ്രാം വരെ, ഏകദേശം ഒരു വലിയ ടേബിൾ സ്പൂൺ ദിവസവും രാവിലെ വെറും വയറ്റിൽ അല്ലെങ്കിൽ ഭക്ഷണത്തിന് അരമണിക്കൂർ മുൻപ് കഴിച്ച് അതിനു പുറമെ ഒരു ഗ്ലാസ് ചെറുചൂടുള്ള പശുവിൻ പാൽ കുടിക്കുക. പശുവിൻ പാൽ കുടിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ചെറുചൂടുള്ള വെള്ളം കുടിക്കാവുന്നതാണ്. 3 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് 5 ഗ്രാം, ഏകദേശം അര ടീസ്പൂൺ ദിവസവും രാവിലെ ഒരു നേരം മാത്രം ചെറുചൂടുള്ള പാലിനൊപ്പം നൽകുക. ച്യവനപ്രാശത്തിൽ ശർക്കരയോ കൽക്കണ്ടമോ അടങ്ങിയിട്ടുള്ളതിനാൽ കടുത്ത പ്രമേഹമുള്ളവർ സാധാരണ ച്യവനപ്രാശം ഒഴിവാക്കുക. കടുത്ത പനി, വയറിളക്കം അല്ലെങ്കിൽ കടുത്ത ആസിഡിറ്റി ഉള്ള സമയങ്ങളിൽ ഇത് കഴിക്കുന്നത് താൽക്കാലികമായി ഒഴിവാക്കുക. ഇത് ദഹിക്കാൻ അല്പം സമയമെടുക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് രാത്രി വൈകി കിടക്കാൻ പോകുന്നതിന് മുൻപ് കഴിക്കുന്നത് ഒഴിവാക്കണം.